നമസ്കാരം. കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയുടെ ജന്മദിനമായിരുന്നു. ഈ ജന്മദിനത്തിൽ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആയിഷ സുൽത്താന ഇവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി തന്റെ സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വിഷയം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഇന്ത്യയിൽ ഏതൊരാൾക്കും ചെയ്ത് വിജയിപ്പിക്കാവുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണ് ആൾ ദൈവം എന്നുള്ള തരത്തിലേക്ക് അമ്മയുടെ ചെറുപ്പത്തിലുള്ളൊരു ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആയിഷ സുൽത്താനയുടെ ഈ ഒരു പോസ്റ്റുമായി ഏകദേശം നോക്കുമ്പോൾ 511 ഷെയർ പോയിട്ടുണ്ട്. ഏകദേശം 6000-ന് മുകളിൽ ആളുകൾ ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലൈക്ക് അടിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവരുടെ ഈ FB പോസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു ആവശ്യവുമില്ല. ഇവിടെ ആരും ആയിഷ സുൽത്താനെയോ ആയിഷ സുൽത്താനയുടെ മതത്തെയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുന്ന മതവിശ്വാസത്തെയോ ഒരു തരത്തിലും ഫേസ്ബുക്കിലൂടെ ഒന്നിലൂടെയും നമ്മൾ ആരും തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളോ മറ്റൊന്ന് എന്ത് വരുന്ന സമയത്ത് നമ്മൾ ആരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസങ്ങൾ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ മതവിശ്വാസത്തിലേക്ക് ഇവിടെ ഒരാളും തന്നെ കടന്നു കയറേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പക്ഷേ ഈ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആൾ ദൈവം എന്നുള്ള തരത്തിലേക്ക് ഇവിടെയുള്ള ഒരു വിശ്വാസിയും ഒരു ഹിന്ദു വിശ്വാസിയും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മയെ ദൈവമായിട്ടല്ല ഇവിടെ ആരും കാണുന്നത്. അമ്മയെ എല്ലാവരും കാണുന്നത് ഒരു ആത്മീയ ഗുരുവായിട്ടാണ്. ആത്മീയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാത്രമല്ല, ഈ രാജ്യത്ത് ഒരുപാട് ആത്മീയ ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? മാതാമൃതാനന്ദമയിക്ക് സമാനമായിട്ട് തുല്യമായിട്ടാണ് കാണുന്നത്. ഇന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രങ്ങൾ പോലുമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആയിഷ സുൽത്താന ശ്രീനാരായണ ഗുരുവിനെ ഒന്ന് വിമർശിച്ച് നോക്കട്ടെ, ഏത് തരത്തിലായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണം? അപ്പോ ഇവിടെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പോലും താമസിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്ത് ഉൾപ്പെടുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാള് കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ ഇടയിൽ, അത് ഏത് മതക്കാരായിക്കോട്ടെ, അവരുടെ ഇടയിലേക്ക് വർഗീയ വിഷം, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പോസ്റ്റുകൾ ഇടുക, നിരന്തരമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചിന്തിക്കുക, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാർ വിരോധത്തിനൊപ്പം തന്നെ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെയും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസ രീതികളെയുമാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ ചോദ്യം ചെയ്തെന്ന് ഉള്ള ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ ആരാണ് പറഞ്ഞത് ഇവർ ഗുരുവാണ് എന്നൊക്കെ. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ മാതാ അമൃതാനന്ദമയുടെ മഠത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് അമ്മ തന്നെ നേരിട്ട് മന്ത്രദീക്ഷ തരുന്ന പല ചടങ്ങുകളുമുണ്ട്. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. കാരണം മാതാ അമൃതാനന്ദമയുടെ മഠമായിട്ടുള്ള വള്ളിക്കാവിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾക്ക് ഏത് ദേവി ദേവനെയാണോ ഇഷ്ടം ഉള്ളത് ആ ദേവന്റെ മന്ത്രം ഈ പറയുന്ന അമ്മ തരുന്നതാണ്. അപ്പൊ ആ അമ്മയെ ആരായിട്ടാണ് കാണുന്നത്? എല്ലാവരും ഗുരുക്കന്മാരായിട്ടാണ്, ഗുരുവായിട്ടാണ്, ആത്മീയ ഗുരുവായിട്ടാണ് കാണുന്നത്. ആ മന്ത്രം ലഭിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഉപാസന ചെയ്യാനും ജപിക്കാനും അതൊരു നിത്യോപാസന എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകാനും അതിലൂടെ നമ്മൾക്ക് മാനസികമായി മാന്ത്രികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യങ്ങളെ ഇവിടെ മുൻനിർത്തി കാണുന്ന എല്ലാവരും തന്നെ അമ്മയെ ഗുരുവായിട്ടും ഗുരുസങ്കല്പമായിട്ടാണ്. അപ്പോ അമ്മ അവിടെ ഇരുന്നിട്ട് ഭക്തന്മാരായിട്ടുള്ള പലരും അല്ലെങ്കിൽ തന്നെ കാണാൻ വരുന്ന എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ടും ഉമ്മ കൊടുത്തുകൊണ്ടും സന്തോഷിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്തെല്ലാം പറഞ്ഞു വിടുന്ന സമയത്ത് ഇവരുടെ എല്ലാം ധാരണ അമ്മ ആൾദൈവമാണെന്നുള്ളത്. ആൾദൈവം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരു വ്യക്തിയിലൂടെ ഉണ്ടായിട്ടുള്ള മതമാണ് ഇസ്ലാം മതം പോലും, അല്ലെ? അങ്ങനെയാണ് ഇപ്പോ ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ നബിദിനം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഇവരുടെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് എന്താണ്, അത് അവരുടെ മതപ്രചാരകനാണ് അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലേക്കാണ് മുഹമ്മദ് നബിയുടെ ഈ ഒരു ജന്മദിനം പോലും കേരളത്തിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ അത് കൊണ്ടാടുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അവധി കൂടിയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രചാരകനിൽ അല്ലെങ്കിൽ ഒരു മതപ്രചാരകനിൽ നിന്ന്
രൂപാന്തരം കൊണ്ട ഒരു ഇസ്ലാം മതത്തിൽ, ആ ഒരു ഇസ്ലാം മതത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ പ്രചരിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ഹൈന്ദവ നവോത്ഥാനം അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരത്തെ വലിയ രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന മഠവും അല്ലെങ്കിൽ അമ്മയും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ആയിഷ സുൽത്താനയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നു. നമ്മൾ എത്രത്തോളം നീചമാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഇതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും അവരുടേതായിട്ടുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ, ഇപ്പൊ 2016 CPM അധികാരത്തിൽ എത്തുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ടൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ, കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇവരുടെ ദേശീയ ചുമതലയിലേക്ക്, അവരെല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് ഈ പറയുന്ന അമ്മയെ ജനങ്ങളുടെ മുന്നിൽ അപമാനിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ വൃത്തിയായിട്ട് എന്ന് പറയുമ്പോൾ ഇവർക്കാകെ ഒരേ ഒരു വൃത്തി മാത്രമുള്ളൂ, അത് സ്വന്തം മാലിന്യം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എടുത്തു വെക്കുക. ഇതാണ് ഇവരുടെ ഒരു വൃത്തിയാകൽ, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ. അപ്പോ ഇവർ പോലും അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഹൈന്ദവ സമൂഹത്തെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ എത്രത്തോളം മാതാ അമൃതാനന്ദമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയും ഒരു സമയത്തെടുത്ത നിലപാടാണ് അയ്യപ്പ വിശ്വാസികളെ മനസ്സിലേക്ക് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയത്. ആ ചിന്താഗതിയല്ല ഇപ്പോൾ CPM എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കുക തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ. അപ്പൊ നമ്മളൊരു ചിന്തിക്കുക, CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അവർക്ക് നിർബന്ധപൂർവ്വം അവർക്ക് അത് മാറ്റേണ്ടി വരികയാണ്. ഇത് അവരുടെ ആശയങ്ങൾ, അവരെന്താണോ മുന്നോട്ട് ഇത്രയും കാലം വെച്ചിരുന്നത് അതിൽ നിന്ന് തന്നെ വ്യതിചലിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനം വരെയും എത്തിക്കഴിഞ്ഞു. അവരിപ്പോ സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായിട്ട് അമ്മയെ മന്ത്രി സജി ചെറിയാൻ ചെന്നുകൊണ്ട് മാലയിടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആദരിക്കുന്നു. ഉമ്മ കൊടുക്കുന്ന സമയത്ത്, അതിനുശേഷം ഫോട്ടോ കൊടുക്കുന്ന സമയത്ത്, വീഡിയോ കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തിരിച്ച് ചുംബനം കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെയൊക്കെ ആശയം എന്താണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, സജി ചെറിയാൻ അതൊരു കള്ളത്തരമാണ്, ഫേക്കായിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നില്ല. കാരണം അദ്ദേഹം അവിടെ ചെന്നിരിക്കുന്നതും അവരുടെ സംസ്ഥാന സർക്കാരിന്റെ ആയിട്ടുള്ള പല ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് അമ്മയെ കാണുന്ന സമയത്തും അമ്മയുടെ അടുത്തുള്ള ഒരു പെരുമാറ്റം കാണുന്ന സമയത്ത് അത് വളരെ നിസ്വാർത്ഥമാണെന്ന് നമ്മൾക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാം. കാരണം അവർക്ക് അങ്ങ് ആ രീതിയിലൊക്കെ ആയി മാറുകയാണ്. കാരണം അത്രയ്ക്ക് ആത്മീയ ചൈതന്യം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് മാതാ അമൃതാനന്ദമയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം അമ്മയുടെ അടുത്ത് ചെന്നിട്ടുള്ള ആർക്കും തന്നെ അവിടെ ഒരു വിദ്വേഷപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ സാധിക്കില്ല. കാരണം സ്നേഹത്തിന്റെ നിറകുടം തന്നെയാണെന്നുള്ളതിൽ അത് നമ്മൾക്ക് അവിടെ ചെന്നത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ആയിഷ സുൽത്താനയെ പോലെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാവിൽ നിന്ന് വരുന്നത് പോലും അവരുടെ ആശയങ്ങൾ പോലും ഒരു തീവ്രമായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ പരസ്പരം വിഘടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ, വിദ്വേഷം. കാരണം അവർ പ്രതിദാനം ചെയ്യുന്ന മതവിശ്വാസത്തെ മാനിക്കാത്ത രീതിയിലാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുക, അവർ ഈ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ, കടപ്പുറം സുധാമണി, പച്ച തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിനൊക്കെ വലിയ സ്വീകാര്യത കൊടുത്തുകൊണ്ടാണ് ആയിഷ സുൽത്താന ഈ പോസ്റ്റുകൾ ഇടുന്നത്. എത്രത്തോളം വലിയ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിക്കെതിരെ ഈ ആയിഷ സുൽത്താനയുടെ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ട് അവർ പ്രതിദാനം ചെയ്യുന്ന മതത്തിലെ ആളുകൾ തന്നെ പറയുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവരുടെ ലക്ഷ്യം വികൃതമാണ്, വർഗീയതയാണ്, നമ്മുടെ നാടിന്റെ ഐക്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ നാടിനെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഓരോ പോസ്റ്റുകളാണ് ഇവരുടെ ചിന്താഗതിയുടെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല.